നോർക്കയുടെ ആരോഗ്യ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഓഗസ്റ്റ് മാസം 18-ന് തുടക്കം കുറിക്കും. നോർക്ക കെയർ പ്ലസിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാനും മുൻപ് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് പുതുക്കാനുമുള്ള അവസരമാണ്. പ്രവാസികളായവർക്ക് പ്രവാസി കുടുംബങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു കൈത്താങ്ങാവുന്ന പദ്ധതി കൂടിയാണ്. അതുമാത്രമല്ല, നോർക്ക കെയർ പ്ലസ് എന്നറിയപ്പെടുന്ന പുതിയ ആരോഗ്യ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ചേർക്കുന്നതിനും നിബന്ധനകൾക്ക് വിധേയമായി 80 വയസ്സ് വരെയുള്ള മാതാപിതാക്കളെ ഉൾപ്പെടുത്തുന്നതിനെല്ലാം തന്നെ പുതിയ സംവിധാനങ്ങൾ ഉണ്ട്. 33,000-ന് മുകളിൽ അപേക്ഷകൾക്ക് ഇൻഷുറൻസ് ആവശ്യമായിട്ട് വന്നവർക്ക് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോൾ മുഴുവൻ തുകയല്ല, നിലവിൽ പോളിസിയിൽ പറഞ്ഞ പ്രകാരമുള്ള തുകയായിരിക്കും ഹോസ്പിറ്റലിൽ റിലീസ് ചെയ്യുക. നിലവിൽ 7 സ്ലാബുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 10 ലക്ഷത്തിന് മുകളിലുള്ള പാക്കേജുകളാണ് എടുക്കുന്നതെങ്കിൽ പോളിസി ഉടമയുടെയോ ജീവിത പങ്കാളിയുടെയോ മാതാപിതാക്കളെ ഉൾപ്പെടുത്തുവാനുള്ള വ്യവസ്ഥകൾ ഇതിൽ ലഭ്യമാണ്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്കാണ് ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. അവർക്ക് ആക്റ്റീവായിട്ടുള്ള നോർക്ക പ്രവാസി ID കാർഡോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ID കാർഡോ NRK ID കാർഡോ ഉണ്ടായിരിക്കണം. സംസ്ഥാനത്തിന് വെളിയിലുള്ളവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഓരോ പാക്കേജും വിവിധ സ്ലാബുകളായി തിരിച്ചതുകൊണ്ട് നിലവിൽ അടയ്ക്കേണ്ട പ്രീമിയത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി 2 രീതിയാണുള്ളത്. ഒന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി, മറ്റൊന്ന് നോർക്ക വെബ്സൈറ്റ് വഴി. ഇൻഷുറൻസ് റിന്യൂവലോ പുതിയ രജിസ്ട്രേഷൻ എടുക്കാനോ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുതേ.